സമരത്തിലേക്കാണ്. അന്തരിച്ച കൂത്തുപറമ്പ് സമര പോരാളി സഖാവ് പുഷ്പന് വിട ചൊല്ലുകയാണ് നാട്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലിയുണ്ട്. അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കണ്ണൂരിലെ ചൊക്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സഹനത്തിന്റെ മഹാസൂര്യന് വിട എന്നതാണ് CPM പുഷ്പന് നൽകുന്ന വിശേഷണം. കൂത്തുപറമ്പ് സമരത്തിൽ വെടിയേറ്റ് 30 വർഷക്കാലം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടി പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന പുഷ്പൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി പ്രവർത്തകരും അവിടുത്തെ നാട്ടുകാരും എല്ലാം അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചെന്നത്. ഫെലിക്സ്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ, മറ്റു വിവരങ്ങൾ കൂടി? പ്രധാനപ്പെട്ട നേതാക്കൾ, DYFയുടെ നേതാക്കളെല്ലാം അവിടെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. രതീഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാരം നടക്കും. പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ചൊക്ലിയിലേക്ക് എത്തിയിട്ടുള്ളത്. പുഷ്പന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ മാറി കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാലയോട് ചേർന്ന ഒരു പ്രത്യേക സ്ഥലത്താണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീട്ടിൽ നിന്നും മൃതദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിക്കും. CPMന്റെ വിപ്ലവ മുഖം, സഹന സൂര്യൻ, അണയാത്ത പോരാട്ടത്തിന്റെ പ്രതീകമാണ് പുഷ്പന് വിട ചൊല്ലുകയാണ്. പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അവിടെയുണ്ട്. DYFയുടെ ഇപ്പോഴത്തെ നേതാക്കളെ, പഴയകാല നേതാക്കളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. DYFയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു MV രാഘവനെതിരായ കൂത്തുപറമ്പ് സമരം. അതിൽ രക്തസാക്ഷിത്വം, അതിനൊപ്പം തന്നെ വെടിയേറ്റ് വേദന സഹിച്ച് 30 വർഷക്കാലം സഖാവ് പുഷ്പൻ പാർട്ടിയുടെ നിലപാടിനൊപ്പം ഉറച്ചു നിന്നു. വൈകാരികമായി CPMനെ സംബന്ധിച്ചും DYFയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് പുഷ്പൻ എന്ന സഖാവ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ ആരോഗ്യം മോശമാവുകയും അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. MV ഗോവിന്ദൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. പാർട്ടി സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, DYFയുടെ നേതാക്കൾ, പഴയകാല നേതാക്കൾ, ഇപ്പോഴത്തെ നേതൃനിരയിലുള്ളവരെല്ലാവരും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. ഫെലിക്സ്, കേൾക്കാമെങ്കിൽ എപ്പോഴാകും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുക? രതീഷ്, അല്പസമയത്തിനകം മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാലയോട് തൊട്ട് ചേർന്നുള്ളൊരു പ്രത്യേക സ്ഥലത്താണ് സംസ്കാര ചടങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നും ഏതാണ്ട് 500 മീറ്റർ മാത്രം മാറിയാണ് പുഷ്പന്റെ വീടും. ഏതായാലും പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ സ്പീക്കർ AM ഷംസീർ, EP ജയരാജൻ, P ജയരാജൻ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പൊതുദർശന ചടങ്ങിലും ഇപ്പോൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുമായും ഇവിടെ എത്തിയിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അണയാത്ത വിപ്ലവ സൂര്യനാണ് സഖാവ് പുഷ്പൻ. മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന മുദ്രാവാക്യ വിളികൾക്കിടയിലൂടെ പുഷ്പന് പാർട്ടി പ്രവർത്തകരും സഖാക്കളും അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. നേരത്തെ പൊതുദർശന ചടങ്ങ് തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് കൂത്തുപറമ്പിലും ഏറ്റവും ഒടുവിൽ ചൊക്ലി രാമവിലാസം സ്കൂളിലും പൊതുദർശന ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഓരോ പ്രദേശത്തു നിന്നും ആളുകൾ ജാഥയായി മുദ്രാവാക്യം വിളിച്ച് ഇവിടേക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശാസ്ത്രീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പോരാടി ജീവിക്കുന്ന രക്തസാക്ഷിയായി 30 വർഷം പാർട്ടി പ്രവർത്തകരുടെ വികാരമായിരുന്ന CPMന്റെ സഹന സൂര്യനാണ് ഓർമ്മയാകുന്നത്. 1994 നവംബർ 25-ന് കൂത്തുപറമ്പിൽ നടന്ന പോലീസ് വെടിവെപ്പിലാണ് DYFI പ്രവർത്തകനായിരുന്ന പുഷ്പന്റെ കഴുത്തിൽ ഈ ബുള്ളറ്റ് തുളച്ചു കയറുകയും സുഷ്മ നാടിക്കേറ്റ ക്ഷതം
മൂലം പിന്നീട് ചലനമറ്റ് കട്ടിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത്. അന്ന് പുഷ്പന് വെറും 24 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇന്നിപ്പോൾ 3 പതിറ്റാണ്ടിന് ശേഷം 53-ാം വയസ്സിൽ പുഷ്പൻ വിട പറയുമ്പോൾ ആ സഹന സൂര്യൻ അസ്തമിക്കുമ്പോൾ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായ ആ മനുഷ്യന് വലിയ രീതിയിലുള്ള വികാര വായ്പോട് കൂടിയ അന്ത്യാഭിവാദ്യമാണ് പാർട്ടി പ്രവർത്തകരും സഖാക്കളും അർപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം മൃതദേഹം പുഷ്പന്റെ ചൊക്ലയിലെ വീട്ടിൽ നിന്നും ഈ വായനശാലയ്ക്ക് തൊട്ട് സമീപത്തേക്ക് വായനശാല കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാല എന്നറിയപ്പെടുന്ന ആ വായനശാലയോട് തൊട്ട് ചേർന്നായാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഈ മേനപ്പുറത്തെ പുഷ്പന്റെ വീട് നമുക്കറിയാം, അത് CPM നേതാക്കൾ സന്ദർശിക്കാത്ത, ആ വീട് സന്ദർശിക്കാത്ത CPMന്റെ ദേശീയ നേതാക്കൾ പോലും ഉണ്ടാകില്ല. അങ്ങനെ എല്ലാ നേതാക്കളും എപ്പോൾ കണ്ണൂരിലെത്തിയാലും പുഷ്പന്റെ വീട്ടിലെത്തി പുഷ്പനെ സന്ദർശിക്കുന്ന ഒരു പതിവായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പൊതുദർശന ചടങ്ങിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പുഷ്പൻ എത്തിയിരുന്നു. അങ്ങനെ പൊതുദർശന ചടങ്ങിൽ ഒരു പൊതു ചടങ്ങിലേക്ക് അവസാനമായി പുഷ്പൻ എത്തുന്നത് ആ സമയത്താണ്. ഏതായാലും പ്രവർത്തകരുടെ ശങ്കായി മാറിയ പുഷ്പനെ സഹന സൂര്യനായിരുന്നു പാർട്ടി അവതരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ചെറുപുഞ്ചിരിയുമായാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് പുഷ്പൻ ആശുപത്രിയിലേക്ക് പോകുന്നത്. പിന്നീട് ഏറെ നാളായി അസുഖബാധിതനായി അത്യാസന്ന നിലയിലായിരുന്നു. പിന്നീട് ആരോഗ്യസ്ഥിതി വീണ്ടും അല്പം വീണ്ടെടുത്തിരുന്നു. പിന്നീട് ഇന്നലെയാണ് ആരോഗ്യസ്ഥിതി വീണ്ടും മോശമാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. അതിലും CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ പോരാട്ട വീര്യത്തിൽ ഊർജ സ്രോതസ്സായി എന്നും എക്കാലവും ഉണ്ടായിരുന്ന വ്യക്തിയാണ് സഖാവ് പുഷ്പൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് എന്നും ആത്മവീര്യവും ഊർജവുമായി മാറിയ ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പനാണ് പാർട്ടി പ്രവർത്തകർ വിട ചൊല്ലുന്നത്. ഏതായാലും നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി സഹാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാനാ ദിശകളിൽ നിന്നുമായി എത്തിയ പാർട്ടി പ്രവർത്തകർ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് വലിയ യാത്രയപ്പ് തന്നെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊരു യാത്രയപ്പാണ് സഖാവ് പുഷ്പന നൽകുന്നത്. എല്ലാ പ്രമുഖ നേതാക്കളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളാണ് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കം DYFIയുടെ സെക്രട്ടറി VK സനോജ്, അങ്ങനെ എല്ലാ നേതാക്കളും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും എത്തിയിരുന്നു. സ്പീക്കർ ഷംസീർ അടക്കമുള്ളവർ രാവിലെ തന്നെ ഈ മൃതദേഹത്തിനൊപ്പം വിലാപയാത്ര എത്തി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി രാവിലെ മുതൽ ഇവിടെയുണ്ട്. കോഴിക്കോട് നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം കണ്ണൂരിലേക്ക് എത്തിച്ചത്. വിലാപയാത്ര എത്തിക്കുമ്പോൾ തന്നെ വഴിയരികിൽ 1000 സഖാക്കളാണ് പുഷ്പനെ അവസാനമായി കണ്ട് പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഇവിടെ എത്തിയിരുന്നത്. പിന്നീട് അവിടെ നിന്നും തലശ്ശേരിയിലെ ടൗൺ ഹാളിൽ പൊതുദർശനം പൂർത്തിയാക്കി പിന്നീട് കൂത്തുപറമ്പത്തേക്ക് എത്തിച്ചു. അപ്പോഴും പലയിടങ്ങളിലെയും പൊതുദർശനത്തിനും അവസാനമായി സഖാവിനെ ഒരു നോക്ക് കാണാനും നിരവധി പേർ എത്തിയിരുന്നു. പിന്നീടാണ് കൂത്തുപറമ്പിൽ പൊതുദർശനം പൂർത്തിയാക്കി അവിടെ നിന്നും ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിലേക്ക് എത്തിച്ചത്. അവിടെയും പൊതുദർശനം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ വീട്ടിലേക്ക് സഖാവ് പുഷ്പനെ എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങാണ്. സംസ്കാര ചടങ്ങ് അല്പസമയത്തിനകം ഇവിടേക്ക് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തിൽ, അതായത് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മാരക വായനശാലയോട് ചേർന്ന് തൊട്ട് മുൻപിലായി ഒരുക്കിയ പ്രത്യേക സ്ഥലത്താണ് പുഷ്പന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക. മുദ്രാവാക്യം വിളികളോടെ സഖാക്കൾ ആയിരങ്ങളാണ് ഇവിടെ പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഈ പ്രദേശത്തായി എത്തിയിരിക്കുന്നത്. അത് നാടിന്റെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പോരാട്ടത്തിന്റെ ഒരു ഊർജ സ്രോതസ്സായി ആത്മവീര്യമായി മാറിയ വ്യക്തിയാണ് സഖാവ് പുഷ്പൻ. അതുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ വിപ്ലവ മുഖമായി CPMന്റെ വിപ്ലവ മുഖമായി മാറിയ സഖാവ് പുഷ്പൻ എല്ലാ അർത്ഥത്തിലും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി നാനാ തുറകളിൽ നിന്നും ധാരാളം സഖാക്കളാണ് ഇവിടെ ഇപ്പോൾ ചൊക്ലിയിലെ മേനപ്പുറം എന്ന സ്ഥലത്ത് പുഷ്പന്റെ വീടിനോട് ചേർന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഈ പ്രദേശത്ത് പലയിടങ്ങളിൽ നിന്നായി ജാഥകളായി DYFI പ്രവർത്തനം CPM പ്രവർത്തനം ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിക്സാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അന്തരിച്ച കൂത്തുപറമ്പ് സമര പോരാളി സഖാവ് പുഷ്പന് വിട ചൊല്ലുകയാണ് പാർട്ടി പ്രവർത്തകരും നാടും. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വലിയ ജനാവലിയുണ്ട്. അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. CPMന്റെ തലമുതിർന്ന നേതാക്കൾ, DYFIയുടെ പഴയകാല നേതാക്കൾ, പുതിയ നേതാക്കൾ, യുവനിരയിലെ മറ്റ് നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നേരത്തെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു.
ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യാഭിവാദ്യം ഇന്നലെ അർപ്പിച്ചു. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒഴുകിയെത്തുകയാണ് പുഷ്പന്റെ സംസ്കാര ചടങ്ങുകൾക്കായി. അവിടെയുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഫെലിക്സ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തകം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കും. വലിയ ജനാവലിയാണ് സംസ്കാര ചടങ്ങുകൾക്കായി എത്തിയിട്ടുള്ളത്.